കൂടുതൽ വാർത്തകൾ വേഗത്തിൽ നോക്കാം. കാർഗിൽ വിജയ് ദിവസ് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ചടങ്ങുകൾ നടന്നു. വാർ മെമ്മോറിയലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുഷ്പചക്രം അർപ്പിച്ചു. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. റാലി ഗവർണർ അഭിവാദ്യം ചെയ്തു. റോമിൽ നിന്നുള്ള മാർപ്പാപ്പയുടെ സഭൈക്യ പ്രതിനിധി സംഘം ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവായെ സന്ദർശിച്ചു. ഡോക്ടർ യുഹാനോൻ മാർ ദിമിത്രിയോസ്, മെത്രാപ്പോലിത്ത എബ്രഹാം മാർ സ്റ്റെഫാനോസ്, മെത്രാപ്പോലിത്ത ഫാദർ അശ്വിൻ ഫെർണാണ്ടസ്, ഡീക്കൻ ജിതിൻ മാത്യു ഫിലിപ്പ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോട്ടയം ദേവലോകം കാത്തോലിക്കേറ്റ് അരമനയിലായിരുന്നു കൂടിക്കാഴ്ച. കാർഗിൽ വിജയ് ദിനത്തിൽ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് പ്രധാനമന്ത്രി. പാകിസ്ഥാൻ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാത്ത രാജ്യമെന്ന് വിമർശനം. ധീരജവാന്മാരോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നെന്ന് മോദി. അഗ്നിവീർ പദ്ധതി രാജ്യത്തിന് ആവശ്യമുള്ളതെന്നും പ്രതിപക്ഷം അഗ്നിവീറിനെ കുറിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്നും വിമർശനം. ഭീകരതയെ ഇല്ലാതാക്കുമെന്നും കശ്മീർ വികസനത്തിന്റെ പാതയിലെന്നും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി. कारगिल विजय दिवस हमें बताता है कि राष्ट्र के लिए दिए गए बलिदान अमर होते हैं. ये देश हमारी सेना के पराक्रमी महानायकों का सदा सर्वदा ऋणी है. പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനും കീബോർഡിസ്റ്റുമായ വൈക്കം മോൻസ് രാജ് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ബോൺ ടിബിയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. നിരവധി മ്യൂസിക് ആൽബങ്ങൾക്ക് സംഗീതം പകർന്നിട്ടുണ്ട്. ഗാനമേള ട്രൂപ്പുകളിലും കേരളത്തിലുടനീളം നിറസാന്നിധ്യമായിരുന്നു. ആരാധനാലയങ്ങളിലെ ഗായക സംഘത്തിൽ ഗായകനായും കീബോർഡിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തോട്ടകം സെന്റ് ഗ്രിഗോറിയസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇല്ലാത്ത സേവനത്തിന് CMRL കമ്പനി പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഈ ഉത്തരവിനെതിരായ റിവിഷൻ ഹർജിയാണ് ജസ്റ്റിസ് K. ബാബുവിന്റെ പരിഗണനയിലുള്ളത്. എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് CMRL പ്രതിഫലം നൽകിയത് അഴിമതി വിരുദ്ധ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നാണ് ഹർജിക്കാരന്റെ വാദം. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു നൽകിയ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. മധുരയിലെ പ്രസിദ്ധമായ തിരുമല നായ്ക്കർ കൊട്ടാരം ദീപാലംകൃതമാക്കി. കൊട്ടാരത്തിന്റെ അകത്തും പുറത്തും വിവിധ നിറങ്ങളിലുള്ള ലൈറ്റുകൾ സ്ഥാപിച്ചു. 1.5 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ലൈറ്റുകൾ സ്ഥാപിച്ച് മോടികൂട്ടിയത്. കൊട്ടാരം സന്ദർശിക്കാനെത്തുന്നവർക്ക് രാത്രിയിൽ കാഴ്ച വിരുന്നാവുകയാണ് ഇത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താൻ അനുമതി നൽകി ഡൽഹി ഹൈക്കോടതി. തിഹാർ ജയിലിൽ നിന്നും ഓൺലൈനായി നിയമജ്ഞരുമായി സംസാരിക്കാം. 2 തവണ ഓൺലൈൻ കൂടിക്കാഴ്ച നടത്താമെന്നും കോടതി. അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താൻ കൂടുതൽ അവസരം നൽകണമെന്ന കെജ്രിവാളിന്റെ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. തൃശൂർ പഴയന്നൂരിൽ ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ ഷാജഹാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സിമന്റ് കട്ടകളുമായി പോകുകയായിരുന്ന ടിപ്പർ ലോറി പാറയ്ക്കൽ തേവർ ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിലേക്കാണ് മറിഞ്ഞത്. എതിരെ വന്ന കാറിന് വഴി കൊടുക്കുന്നതിനിടെ കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിയുകയായിരുന്നു. രാവിലെ 7:30യോടെയാണ് അപകടം. കോട്ടയം വെച്ചൂരിൽ വീട്ടുമുറ്റത്ത് കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ യുവാവ് പിടിയിൽ. വെച്ചൂർ സ്വദേശി ബിബിനാണ് എക്സൈസിന്റെ പിടിയിലായത്. വീട്ടുമുറ്റത്ത് വേലി കെട്ടി തിരിച്ചായിരുന്നു കഞ്ചാവ് കൃഷി. 64 സെന്റിമീറ്റർ മുതൽ 90 സെന്റിമീറ്റർ വരെയുള്ള 4 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
മഹാരാഷ്ട്രയിൽ ശക്തമായ മഴ. മുംബൈയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. ജനങ്ങളോട് വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച മാത്രം മുംബൈ നഗരത്തിൽ പെയ്തത് 44 മില്ലിമീറ്റർ മഴ. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. തമിനിഘട്ടിലും റായ്ഗഡ് പുനെ പാതയിലും മണ്ണിടിച്ചിലുണ്ടായി. കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അറിയിച്ചു. പലസ്തീൻ വിഷയത്തിൽ മിണ്ടാതിരിക്കാനാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ്. യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്നും കമല ഹാരിസ്. ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സമാധാന കരാറിലെത്തണമെന്ന് ആവശ്യപ്പെട്ടതായും കമല. നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കമല ഹാരിസിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ കോൺഗ്രസിനുണ്ടായ തോൽവിയെക്കുറിച്ച് പഠിക്കാനും തെളിവെടുക്കാനുമായി KPCC നിയോഗിച്ച അന്വേഷണ സമിതി ഇന്ന് പാലക്കാട്ടെത്തും. KPCC വർക്കിംഗ് പ്രസിഡന്റ് T. സിദ്ദിഖ്, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ KC ജോസഫ്, R. ചന്ദ്രശേഖരൻ എന്നിവരാണ് അന്വേഷണ സമിതി അംഗങ്ങൾ. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തരൂർ നിയോജക മണ്ഡലങ്ങളിലെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർ, തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിരുന്നവർ എന്നിവർ DCC ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസിനെയും മറ്റു ജില്ലരെയും കാണുമെന്നും സമിതി അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട SFI പ്രവർത്തകരായ 4 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചു. തേജു സുനിൽ, തേജു ലക്ഷ്മി, അമൽരാജ്, അഭിഷേക്, സന്തോഷ് എന്നിവരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. അന്വേഷണ കമ്മീഷന് മുമ്പാകെ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജൂലൈ 1-ന് കോളേജ് പ്രിൻസിപ്പലിനെ മർദ്ദിച്ചതിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ. കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ SFI ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്യുന്നതിലേക്കും തുടർന്ന് വലിയ സംഘർഷത്തിലേക്കും വഴിമാറുകയായിരുന്നു.